കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 202 സർക്കാർ ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 566 ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 42.45 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ 22.22 ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് മാത്രമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഇത് പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ 10% താഴെ മാത്രമാണ്. PMJAY കാസ്പ് പദ്ധതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ ആകെ ചെലവ് 1692.37 കോടി രൂപയായിരുന്നു സർ. എന്നാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടിയാണ്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് 2545.89 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും 3 ഇരട്ടിയാണ് ചെലവഴിച്ചേണ്ടി വരുന്നതെന്നുള്ളത് തൊട്ടുമുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ, പക്ഷേ 3 ഇരട്ടി വരെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ. സർ, തിരുവനന്തപുരത്ത് ഗവൺമെൻറ് അനലിസ്റ്റ് ലബോറട്ടറി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ലബോറട്ടറികൾ, പത്തനംതിട്ടയിലെ ജില്ലാ ലബോറട്ടറി എന്നിവ നവീകരിക്കുന്നതിനായിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് 7 കോടി രൂപ വകയിരുത്തുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് 5.52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം. സർ, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിൽ ആകെ 11 മെഡിക്കൽ കോളേജുണ്ട്. കൂടാതെ 2 മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിലുള്ള 9 നഴ്സിംഗ് കോളേജുകൾക്ക് പുറമെ കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്ന ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കും. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ആകെ വികസനത്തിനായി 401.24 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് തിരുവനന്തപുരം, മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ സമഗ്ര വികസനത്തിനായി 217.41 കോടി രൂപ അനുവദിക്കുന്നു. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായി 29 കോടി രൂപ വകയിരുത്തുന്നു. 6 ദന്തൽ കോളേജുകളുടെ വികസനത്തിന് 22.79 കോടി രൂപയും നഴ്സിംഗ് കോളേജുകൾക്കായി 13.78 കോടി രൂപയും വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകൾ ഓങ്കോളജി വിഭാഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 14 കോടി വകയിരുത്തുന്നു. സർ, മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ AMC ചെലവുകളിലേക്ക് 25.7 കോടി രൂപ. തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്ട്രോക്ക് സെൻ്ററുകൾക്കായി 3.5 കോടി രൂപ എന്നിവ അനുവദിക്കുന്നു. സർ, മൂലകോശ അസ്ഥിമജ്ജ മാറ്റിവെക്കൽ ചികിത്സ തുടങ്ങേണ്ടത് ഇന്നിപ്പോൾ സർക്കാർ മേഖലയിൽ അനിവാര്യമാണ്. ഇത് ഒരു പുതിയ പദ്ധതിയാണ്. ഈ പദ്ധതി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി കോട്ടയം മെഡിക്കൽ കോളേജിന് 1.5 കോടി രൂപ അനുവദിക്കുന്നു. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെൻറ്റ് ഡിവിഷനും സ്പോർട്സ് പെർഫോമൻസ് ഡിവിഷനും സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, മലബാർ ക്യാൻസർ സെൻ്ററിന് 28 കോടി രൂപ വകയിരുത്തുന്നു. മധ്യ കേരളത്തിലെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിന് 14.5 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട് വിവിധ പ്രവർത്തനങ്ങൾക്കായി 3.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും ശാക്തീകരണത്തിനുമായി 21.08 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. ദേശീയ ആയുഷ് മിഷൻ്റെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായി 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. സർ, ഹോമിയോ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് 6.89 കോടി രൂപ വകയിരുത്തുന്നു. ശുദ്ധജല വിതരണവും മലിനജല നിവാരണവും. ശുദ്ധജല വിതരണത്തിനും മലിനജല നിവാരണത്തിനുമായി 907.10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുദ്ധമായ കുടിവെള്ളം പര്യാപ്തമായ അളവിൽ ഓരോ വീടുകളിലും എത്തിക്കുന്ന പദ്ധതിയായ ജൽജീവൻ മിഷൻ 25% സംസ്ഥാന വിഹിതമായി 550 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതി ചെലവിൻ്റെ 15% ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും വഹിക്കുന്നതായിരിക്കും. 50% കേന്ദ്ര വിഹിതമായി 1100 കോടി രൂപ ആണ് പ്രതീക്ഷിക്കുന്നത്.